ശ്രീ MK ഹരിദാസ്, തൊഴിലാളികളെ വഞ്ചിച്ച് വാഗ്ദാനം നൽകി അത് പാഴ്വാക്കായി അത് വഞ്ചിച്ച് ഇനി എങ്ങനെ ജീവിക്കും, എവിടെ നിന്ന് ഈ പണം കണ്ടെത്തും, എങ്ങനെ കുടുംബത്തെ നോക്കും എന്നൊന്നും അറിയാതെ എല്ലാവരും ആശങ്കപ്പെട്ടിരിക്കുന്ന സമയത്ത് മകളുടെ വിവാഹം നടത്താൻ ഒരു പക്ഷേ ആ പണമായിരിക്കും കരുതി വെച്ചിട്ടുണ്ടാവുക, അല്ലെങ്കിൽ കണക്ക് കൂട്ടി വെച്ചിട്ടുണ്ടാവുക. അതിനും വഴിയില്ല എന്ന് കാണുമ്പോൾ ഒരു ജീവനക്കാരൻ മരിക്കുന്നു. ഇത് ആദ്യത്തെ ആത്മഹത്യയുമല്ല ഈ കമ്പനിയിൽ നടക്കുന്നത്. വഞ്ചിച്ചത് മാനേജ്മെന്റ് ആണോ, വ്യവസായ വകുപ്പാണോ, മന്ത്രിയാണോ, അതോ ഈ രണ്ടുപേരും കൂടെ ചേർന്നാണോ? തൊഴിലാളികളുടെ അവകാശ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് കേരളത്തിൽ നടന്നിട്ടുള്ള ഒട്ടുമിക്ക തൊഴിലാളി അധിഷ്ഠിത ഇത്തരത്തിലുള്ള കമ്പനികളിൽ നടന്നിട്ടുള്ള സമരങ്ങളൊക്കെ തന്നെ തൊഴിലാളികളുടെ അവകാശ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് അപർണ. അത് മനസ്സിലാക്കുക ആദ്യമായിട്ട്. അപ്പൊ അത്തരത്തിലുള്ള സമരങ്ങൾക്ക് എല്ലാം തന്നെ ഒത്താശ ചെയ്തിട്ടുള്ള ഒരു പാർട്ടിയാണ് ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ ഇപ്പൊ ഭരിക്കുന്ന പ്രധാന പാർട്ടി CPM എന്ന് പറയുന്ന പാർട്ടി. കേരളം ഒരു നമ്മൾ പറയില്ലേ എന്താ പറയേണ്ടത്, നിക്ഷേപ സൗഹൃദ സംസ്ഥാനവുമല്ല തൊഴിലാളി സൗഹൃദ സംസ്ഥാനവുമല്ല എന്ന ചീത്തപ്പേര് വരെ നമുക്ക് ലഭിക്കാനുണ്ടായിട്ടുള്ള സാഹചര്യം കേരളത്തിലെ ഈ തൊഴിലാളികളുടെ ഈ സമരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യങ്ങളാണ്. കാരണം ഹർത്താല് കഴിഞ്ഞാൽ ഇവിടെ കൊടിയില്ലാത്ത ഒരു ചെറിയ സംരംഭത്തിന്റെ മുൻപിൽ പോലും കൊടി കാണാത്ത ഒന്നുമില്ല. അതിപ്പോ പൊതുമേഖലാ സ്ഥാപനമാവട്ടെ, ഒരു പ്രൈവറ്റ് വ്യക്തി നടത്തുന്ന ഒരു സ്ഥാപനമാവട്ടെ, അവിടെയൊക്കെ കൊടികളുണ്ട്. അപ്പൊ ഇതൊക്കെ നടത്തുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? തൊഴിലാളികളുടെ സംരക്ഷണം. അപ്പൊ അത്തരത്തിൽ തൊഴിലാളികളുടെ തൊഴിൽ സംരക്ഷണത്തിന് വേണ്ടിയിട്ടും അവരുടെ അവകാശ സംരക്ഷണത്തിന് വേണ്ടിയിട്ടും നടന്നിട്ടുള്ള ഒരുപാട് സമരങ്ങൾ നടത്തിയിട്ട് അവകാശങ്ങൾ നേടിയെടുത്ത ഒരു സംസ്ഥാനത്ത് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭരണം നടക്കുന്ന സമയത്ത് ഒരു തൊഴിലാളിക്ക് തന്റെ 11 മാസത്തെ ശമ്പളം ലഭിക്കാത്തതിന്റെ പേരിൽ ആത്മഹത്യ ചെയ്യേണ്ടി വന്നു എന്നുള്ളത് അങ്ങേയറ്റം ലജ്ജാകരമായിട്ടുള്ള സംഭവമാണ്. നമുക്കിത് മറ്റുള്ള സംസ്ഥാനങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നാണക്കേടാണെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ലെന്ന് വേണം നമുക്ക് പറയാൻ വേണ്ടിയിട്ട്. നോക്കൂ, ഇവിടെ എനിക്ക് മുമ്പ് സംസാരിച്ച INTUCയുടെ നേതാവ് പറഞ്ഞൊരു കാര്യമുണ്ട്. 64 തുടങ്ങിയ കമ്പനിയാണ് ഇത് എന്ന്. 64 തുടങ്ങിയിട്ടുള്ള കമ്പനിയാണ് ട്രാക്കോ കേബിൾ എങ്കിൽ പിന്നീടുള്ള നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ എണ്ണം നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 120ഓളം പൊതുമേഖലാ സ്ഥാപനങ്ങളുള്ള നമ്മുടെ സംസ്ഥാനത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് തുടർഭരണം കിട്ടിയിട്ടും 9.5 വർഷമായിട്ട് ഒരു പൊതുമേഖലാ സ്ഥാപനം തുടങ്ങാൻ നാളിതുവരെ അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും സാധിച്ചിട്ടില്ല എന്നുള്ളത് മനസ്സിലാക്കണം. അപ്പൊ ധൂർത്തും കെടുകാര്യസ്ഥതയും ഇല്ലാത്ത കേരളത്തിലെ ഈ 9 വർഷത്തെ ഭരണത്തിന് മുമ്പ് ഭരിച്ചിട്ടുള്ളവരെ ദീർഘവീക്ഷണത്തോടു കൂടി ചെയ്തിട്ടുള്ള കുറെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ, അവിടെ കുറെ തൊഴിലാളികൾ, ആ തൊഴിലാളികളുടെ സംരക്ഷണം അതുപോലും ഉറപ്പുവരുത്താൻ നമ്മുടെ ഈ കേരളം ഇപ്പോൾ ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ആയിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അങ്ങേയറ്റം അപമാനകരമാണ്, ലജ്ജാകരമാണ്. നോക്കൂ, ഇവരിവിടെ നവകേരള സദസ്സ് നടത്തി, അതുമാതിരി തന്നെ ലോക കേരള സഭകൾ നടത്തി, കേരളീയം നടത്തി. എത്ര തൊഴിൽ സംരംഭങ്ങൾ തുടങ്ങാൻ വേണ്ടിയിട്ട് ഇവർക്ക് സാധിച്ചു? ഒന്നും തുടങ്ങാൻ സാധിച്ചിട്ടില്ല. അപ്പൊ തൊഴിൽ ചെയ്യുന്ന തൊഴിലാളിയുടെ അവകാശങ്ങൾ ഉറപ്പുവരുത്തുക പറഞ്ഞാൽ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് എന്ത്? ശമ്പളം കൃത്യമായിട്ട് കൊടുക്കുക. ഈ കാര്യം കൂടി പറയാൻ വേണ്ടി തന്നെ അനുവദിക്കണം. ഞാൻ ഒരു സ്ഥാപനം നടത്തുന്ന വ്യക്തിയാണ്. എന്റെ സ്ഥാപനത്തിൽ 8 പേര് ജോലി ചെയ്യുന്നുണ്ട്. അപർണ, ഞാൻ കൃത്യമായിട്ട് ഒരു മാസം ശമ്പളം കൊടുക്കാത്തതിന്റെ പേരില് അവിടെ ഒരു തൊഴിൽ സമരം നടക്കുകയാണെന്ന് വിചാരിക്കുക. എന്തായിരിക്കും ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ ട്രേഡ് യൂണിയനുകളുടെ അവസ്ഥ എന്ന് അപർണ ഒന്നിച്ച് ചിന്തിച്ചു നോക്കൂ. എന്നെ പുറത്തേക്ക് ഇറക്കാൻ സമ്മതിക്കുക? ഞാൻ കൃത്യമായിട്ട് പറയാം, 2006 ഞാൻ ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിൽ ജോലി ചെയ്യുമ്പോൾ ആ കൺസ്ട്രക്ഷൻ കമ്പനിയിൽ കൃത്യമായിട്ട് ജോലിക്ക് വരാത്ത ഒരു തൊഴിലാളിയോട് നാളെ തൊട്ട് വരണ്ട എന്ന് പറഞ്ഞതിന് എറണാകുളം മെറൈൻ ഡ്രൈവിലെ ലിങ്ക് ഹൊറൈസൺ എന്ന് പറഞ്ഞ ബിൽഡിംഗിൽ നടന്ന സംഭവമാണ്. എന്നെ 10 ദിവസം ആ ബിൽഡിംഗിലെ പണി എന്റെ സ്ഥാപനത്തിന്റെ നിർത്തിവെപ്പിച്ച CITUക്കാർ ഭരിക്കുന്ന CITUവിന്റെ മാതൃസംഘടന ഭരിക്കുന്ന ഒരു സംസ്ഥാനത്ത് ഒരു തൊഴിലാളിക്ക് തന്റെ ശമ്പളം കിട്ടാത്തതിന്റെ പേരിൽ ആത്മഹത്യ ചെയ്യേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ സത്യത്തിൽ ലജ്ജാകരമാണ്. കൃത്യം 3 മാസം മുമ്പാണ് ഈ ഇപ്പോഴത്തെ നമ്മുടെ വ്യവസായ വകുപ്പ് മന്ത്രി രാജീവ് ഒരു പത്രസമ്മേളനം നടത്തിയിട്ട് എന്ത് പറഞ്ഞത്? കേരളത്തിലെ നഷ്ടത്തിൽ ഓടിയിരുന്ന എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളും ഞങ്ങൾ ലാഭത്തിലാക്കി. പിറ്റത്തെ മാസം ഞാൻ വിവരാവകാശ നിയമപ്രകാരം സംഭരിച്ച വിവരത്തിലൂടെ എന്താ 68 പൊതുമേഖലാ സ്ഥാപനങ്ങൾ അറിഞ്ഞ നഷ്ടത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. 1042 കോടി രൂപ ഈ 2ാം പിണറായി വിജയൻ സർക്കാർ അവർക്ക്
ധനസഹായം നൽകിയിട്ടുണ്ട്. ഇനി മറ്റൊരു കാര്യം കൂടി അപർണ മനസ്സിലാക്കണം. 5.5 ലക്ഷം ഇവിടുത്തെ സർക്കാർ ജീവനക്കാരെ കൃത്യമായിട്ട് 1-ാം തീയതി ശമ്പളം വാങ്ങുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. അതിൽ ചീഫ് സെക്രട്ടറി മുതൽ നമ്മുടെ വില്ലേജ് ഓഫീസിലെ പിയൂൺമാർ ഉൾപ്പെടുമ്പോൾ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ തൊഴിലാളികൾക്ക് മാത്രം ശമ്പളം കൃത്യമായി കിട്ടുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനവും നമ്മുടെ നാട്ടിലില്ല. KSRTC തന്നെ ഉദാഹരണം. KSRTCയിലെ ഒരു 3 മാസം മുമ്പ് സമരം ചെയ്തിരുന്ന, പെൻഷൻ കിട്ടാതെ സമരം ചെയ്തിരുന്നവർ പറഞ്ഞിരുന്നത് എന്താ? ഞങ്ങളുടെ മക്കൾ ഉറങ്ങിയിട്ടാണ് എവിടേക്ക് പോകുന്നത്, വീട്ടിലേക്ക് പോകുന്നത്. കാലത്ത് പോരുമ്പോൾ നോട്ട്ബുക്ക് കൊണ്ടുവരൂ, പെൻസിൽ കൊണ്ടുവരൂ എന്നൊക്കെ പറയുന്ന കുട്ടികളുടെ കരച്ചില് വൈകുന്നേരം കേൾക്കാൻ വയ്യാത്ത കാരണം കൊണ്ട് അവർ ഉറങ്ങിയതിനു ശേഷം ഞങ്ങൾക്ക് വീട്ടിലേക്ക് ചെല്ലാൻ സാധിക്കുന്നുള്ളൂ. അപ്പോ ഇത് പിടിപ്പുകേടാണ്. ഇത് നിങ്ങൾ എന്നോട് ചോദിച്ച ചോദ്യം, ഇത് MDയുടെ കുറ്റമാണോ? ആരുടെ കുറ്റമായാലും ഒരു വ്യവസായ വകുപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനത്തിൽ ഒരു തൊഴിലാളി ശമ്പളം കിട്ടാതെ ആത്മഹത്യ ചെയ്യേണ്ട ഗതികേട് വന്നുവെങ്കിൽ അത് ഭരിക്കുന്ന സർക്കാരിന്റെ പിടിപ്പുകേടാണ്. ഒറ്റപ്പെട്ട സംഭവമായിട്ട് ഇത്തരം കാര്യങ്ങളെ ചിത്രീകരിക്കുന്നവർ ഒരു കാര്യം മനസ്സിലാക്കുക. നവീൻ ബാബുവിന്റെ മരണം ഒറ്റപ്പെട്ട സംഭവമാകുമ്പോൾ അനാഥമാകുന്നത് നവീൻ ബാബുവിന്റെ 2 പെൺമക്കളും ഒരു ഭാര്യയുമായിരുന്നു. അതുപോലെ തന്നെ ഇന്ന് ഉണ്ണിയുടെ മരണത്തോട് കൂടിയിട്ട് അനാഥമാകുന്നത് മറ്റൊരു കുടുംബമാണ്. അപ്പൊ ഇത്തരം ഒറ്റപ്പെട്ട സംഭവങ്ങൾ അനാഥമാകുന്ന കുടുംബങ്ങളെ ഓർത്തെങ്കിലും ഈ ഒരു തൊഴിലാളിക്ക് ഞാൻ തിരികെത്താം. ശ്രീ രാജു വാഴക്കാല.